എല്ലാവർക്കും നമസ്കാരം. സാധാരണയായി അജ്ഞാനം അല്ലെങ്കിൽ മായ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് അല്പം നിരാശ തോന്നാറുണ്ട്. കാരണം മായയെ അനാദി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് ബിഗിനിങ്ലെസ്. മായയ്ക്ക് ആരംഭം ഇല്ല. നമ്മുടെ അജ്ഞാനത്തിന് ആരംഭം ഇല്ല. അജ്ഞാനം എപ്പോഴാണ് ആരംഭിച്ചത് എന്ന് നമുക്ക് അറിയില്ല. എന്നാൽ വേദാന്തം വളരെ പ്രചോദനകരമായ ഒരു സന്ദേശം നൽകുന്നു. മായയ്ക്ക് ആരംഭം ഇല്ലെങ്കിലും അതിന് ഒരു അവസാനം ഉണ്ട്. ജ്ഞാനത്തിലൂടെ അജ്ഞാനത്തിന് അവസാനം കണ്ടെത്താൻ പറ്റും. മാത്രവുമല്ല, അജ്ഞാനം ഒരു തവണ നീക്കിയാൽ പിന്നെ അത് ഒരിക്കലും തിരിച്ചു വരില്ല. ഇതാണ് മായയുടെ രണ്ട് പോസിറ്റീവ് സൈഡ്. ഒന്ന്, മായയ്ക്ക് ഒരു അവസാനമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അജ്ഞാനത്തിന് ഒരു അവസാനമുണ്ട്. രണ്ട്, അജ്ഞാനം ഒരു തവണ മനസ്സിൽ നിന്ന് നീങ്ങിയാൽ പിന്നീട് അത് തിരിച്ചു വരില്ല. അതിനാൽ വേദാന്തം പറയുന്നു, ആത്മജ്ഞാനം നേടുക എന്നത് വൺ ടൈം പെർമനന്റ് സൊല്യൂഷൻ ആണ്. ഒരൊറ്റ തവണ നേടിയെടുക്കേണ്ട ഒന്നാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ അജ്ഞാനം നീക്കാൻ വേദാന്തം കാണിച്ചു തരുന്ന വഴികളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ മായ സീരീസിലെ അവസാനത്തെ വീഡിയോയാണ്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് മായയെക്കുറിച്ചുള്ള അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കി. രണ്ടാമത്തെ വീഡിയോയിൽ മായ മനുഷ്യ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു, മായ നമ്മളെ എങ്ങനെ സംസാരത്തിലേക്ക് നയിക്കുന്നു എന്ന് മനസ്സിലാക്കി. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മായയെ എങ്ങനെ അതിജീവിക്കാം എന്നാണ്. വേദാന്തത്തിന്റെ ഭാഷയിൽ അവിദ്യ നിവൃത്തി, അജ്ഞാനത്തിനെ നീക്കം ചെയ്യുക എന്നർത്ഥം. അതിനായി ആദ്യം നമുക്ക് മായ സ്വാധീനത്തിലുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കാം. ആത്മജ്ഞാനം ലഭിക്കുന്നതിന് മുമ്പ് മായയുടെ സ്വാധീനത്തിൽ നമ്മൾ ഈ മൂന്ന് കാര്യങ്ങളെ, അതായത് ജീവ, ജഗത്, ഈശ്വര എന്നീ കാര്യങ്ങളെ പരമസത്യമായി കാണുന്നു. ഞാൻ എന്നത് യഥാർത്ഥത്തിൽ ഈ ശരീരവും മനസ്സും ആണ് എന്ന് വിശ്വസിക്കുന്നു. ഈ ലോകം എന്നത് പരമ യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. ഈശ്വരൻ എന്നത് ദൂരെ ഇരുന്ന് നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണുന്ന ഒരു സൃഷ്ടാവായി കാണുന്നു. ബ്രഹ്മം എന്നതിനെ കുറിച്ച് ഞാൻ അജ്ഞാനിയോ അല്ലെങ്കിൽ വ്യക്തമല്ലാത്ത എന്തോ ഒന്ന് ആണെന്ന് തോന്നുന്നു. ഈ വിശ്വാസങ്ങളിലാണ് മായാ സ്വാധീനമുള്ള ഒരു മനുഷ്യൻ ജീവിക്കുന്നത്. ഈ തെറ്റായ ധാരണ കാരണം ജീവിതം പൂർണ്ണത നേടാനുള്ള ഒരു പോരാട്ടമായി മാറുന്നു. ഇതിനെയാണ് വേദാന്തം സംസാരം എന്ന് വിളിക്കുന്നത്. ഇനി വേദാന്ത ജ്ഞാനം ലഭിച്ചാൽ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടുകൾ നോക്കാം. ആത്മജ്ഞാനം ലഭിക്കുമ്പോൾ അജ്ഞാനം മാറുന്നു, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുന്നു. ബ്രഹ്മം മാത്രമാണ് പരമസത്യം എന്നും ജീവ, ജഗത്, ഈശ്വരൻ എന്നിവ ബ്രഹ്മത്തെ ആശ്രയിച്ച് നിലനിൽക്കുന്ന മിഥ്യ, ഡിപ്പെൻഡന്റ് റിയാലിറ്റി ആണെന്ന് മനസ്സിലാക്കുന്നു. സ്വർണ്ണാഭരണങ്ങൾ എങ്ങനെയാണോ സ്വർണത്തെ ആശ്രയിച്ച് നിൽക്കുന്നത്, അതുപോലെ ഇവ മൂന്നും ബ്രഹ്മത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഭയമില്ലാതെ, ഉത്കണ്ഠകളില്ലാതെ, സ്വാതന്ത്ര്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ ജ്ഞാനം നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ നമുക്ക് വേദാന്തത്തിന്റെ അജ്ഞാനം നീക്കാനുള്ള ഫോർമുല എന്താണെന്ന് നോക്കാം. പ്രിയമുള്ളവരെ, അജ്ഞാനം നീക്കാനുള്ള ഒരേ ഒരു വഴി ജ്ഞാനമാണ്. ഇരുട്ടിനെ നീക്കാൻ പ്രകാശത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുപോലെ അവിദ്യ അല്ലെങ്കിൽ മായയെ നീക്കാൻ ആത്മജ്ഞാനത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. വേദാന്തം പറയുന്നത് അജ്ഞാനത്തിന് രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ആവരണം, യാഥാർത്ഥ്യത്തെ മറച്ചുവെക്കൽ. എനിക്ക് എന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ മായ മൂലം ഉണ്ടാകുന്നു. രണ്ട്, വിക്ഷേപം, തെറ്റായ ഒന്നിനെ യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കൽ. ഞാൻ ഈ ശരീരവും മനസ്സും ആണ്, അതുകൊണ്ട് ഞാൻ പരിമിതനാണ്, ഞാൻ അപൂർണനാണ് എന്ന ചിന്ത. അപ്പോൾ വേദാന്തത്തിന്റെ ഫോർമുല ഇതാണ്: സാധന ആത്മജ്ഞാനം ഈസ് ഈക്വൽ ടു മോക്ഷം. സാധനകൾ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാൻ സഹായിക്കുന്നു. ആത്മജ്ഞാനം അജ്ഞാനത്തിന്റെ ആവരണത്തെ നീക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഇത് രണ്ടും നീങ്ങിക്കഴിയുമ്പോൾ നമ്മൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുന്നു. ഇതാണ് മോക്ഷം. ഇനി എങ്ങനെയാണ് ഈ ഫോർമുല പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് വിശദമായി നോക്കാം. അജ്ഞാനം നിറഞ്ഞ ഒരു മനസ്സ് ഒരു അശുദ്ധി നിറഞ്ഞ മനസ്സുകൂടിയാണ്, ഇംപ്യൂർ മൈൻഡ്. ഈ മനസ്സ് നമ്മുടെ ജീവിതത്തിൽ രണ്ട് തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ആദ്യ പടി മനസ്സിനെ ശുദ്ധമാക്കണം, അതിന്റെ വിക്ഷേപ ശക്തിയെ കുറയ്ക്കണം. അതിനാണ് സാധനകൾ. സാധനകൾ അവിദ്യയുടെ വിക്ഷേപ ശക്തിയെ ക്ഷയിപ്പിക്കുന്നു. ഉദാഹരണം, വിവേകം എന്ന സാധന ജീവിതത്തിലെ സത്യവും മിഥ്യയും തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നു. ശുദ്ധമായ മനസ്സിൽ മാത്രമേ ആത്മജ്ഞാനം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ. ജ്ഞാനത്തിന്റെ വിത്തുകൾ മുളയ്ക്കാൻ മനസ്സ്
തയ്യാറാകേണ്ടതുണ്ട്. ഇനി രണ്ടാമത്തെ അജ്ഞാന പ്രശ്നമായ ആവരണം ജ്ഞാനം നേരിട്ട് നീക്കം ചെയ്യുന്നു. ജ്ഞാനം ആവരണ ശക്തിയെ ക്ഷയിപ്പിക്കുന്നു. അജ്ഞാനത്തിന്റെ ഈ രണ്ട് പ്രശ്നങ്ങൾ നീങ്ങുമ്പോൾ നമ്മുടെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാകുന്നു. നമ്മുടെ സ്വാഭാവിക സ്വാതന്ത്ര്യം തിരിച്ചറിയുന്നു. ഇതാണ് മോക്ഷം. ഇനി നമുക്ക് വേദാന്തം കാണിച്ചു തരുന്ന ആത്മീയ സാധനകളുടെയും ആത്മജ്ഞാന സമ്പാദനത്തിന്റെയും പൂർണ്ണമായ ഒരു ചിത്രം നോക്കാം. വേദാന്തം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അജ്ഞാനത്തെ നേരിടുന്നത്. ഓരോ സാധനകൾക്കും വ്യക്തമായ ലക്ഷ്യം ഉണ്ട്. നമുക്ക് ആദ്യം ഇവ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വിശദാംശങ്ങളിലേക്ക് പോകാം. ഏറ്റവും ആദ്യം വേദാന്തം 3 അടിസ്ഥാന കാര്യങ്ങൾ വേണമെന്ന് പറയുന്നു. അതാണ് ഗുരു, ശാസ്ത്രം, അധികാരി. വേദാന്ത ഗ്രന്ഥങ്ങളെ പ്രമാണം അഥവാ മീൻസ് ഓഫ് നോളജ് അറിയാനുള്ള ഉപകരണമായിട്ടാണ് കാണുന്നത്. ഇനി അജ്ഞാനത്തിന്റെ വിക്ഷേപ ശക്തി നേരിടുന്നതിന് സാധനകൾ ആവശ്യമാണ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കി അജ്ഞാനത്തിന് 2 ശക്തികളാണുള്ളത്. ഒന്ന് വിക്ഷേപ ശക്തി, 2 ആവരണ ശക്തി. വേദാന്തം വിക്ഷേപ ശക്തിയെ ക്ഷയിപ്പിക്കാൻ സാധനകൾ നമ്മളെ പരിചയപ്പെടുത്തുന്നു. 4 പ്രധാനപ്പെട്ട സാധന ക്രമങ്ങളാണിത്. സാധന ചതുഷ്ടയം, 4 യോഗകൾ, അഷ്ടാംഗ യോഗ, സ്വാധ്യായം. അടുത്തത് ജ്ഞാനം. ജ്ഞാനം എന്നത് അജ്ഞാനത്തിന്റെ ആവരണ ശക്തിയെ ക്ഷയിപ്പിക്കാനുള്ളതാണ്. അതിന് ശ്രവണ മനന നിധിധ്യാസനയിലൂടെ ആത്മസമ്പാദനവും ആത്മവിചാരവും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇവ ഓരോന്നിനും പ്രത്യേകം ലക്ഷ്യമുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയരും. ഈ സാധനകളൊക്കെ അനുഷ്ഠിച്ചാൽ എനിക്ക് എന്താണ് ലഭിക്കുക? വേദാന്തം വളരെ അതിശയകരമായ ഒരു ഉത്തരമാണ് നൽകുന്നത്. പ്രിയമുള്ളവരെ, ഈ സാധനകളും ജ്ഞാനവും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ലഭിക്കും? വേദാന്തം പറയുന്നത് നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ലഭിക്കുമെന്നതാണ്. ആദ്യത്തേത് പ്രാപ്തസ്യ പ്രാപ്തി, അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഒരു കാര്യം തന്നെ നിങ്ങൾക്ക് ലഭ്യമാക്കി തരുന്നു. അടുത്തത് നിവൃത്തസ്യ നിവൃത്തി, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഇല്ലാത്ത ഒരു കാര്യം വേദാന്തം നീക്കം ചെയ്യുന്നു. വേദാന്തത്തിന്റെ ഈ ഉത്തരം നമുക്ക് വിചിത്രമായി തോന്നാം. അതായത് വേദാന്തം പറയുന്നത് എന്റെ കയ്യിലുള്ള ഒന്ന് എനിക്ക് നേടിത്തരുന്നു, അതാണ് പ്രാപ്തസ്യ പ്രാപ്തി. എന്റെ കയ്യിൽ ഇല്ലാത്ത ഒന്നിനെ ഇല്ലാതാക്കി തരുന്നു. ഇത് മനസ്സിലാകണമെങ്കിൽ നമുക്ക് ഒരു തവണ കൂടി വേദാന്തത്തിന്റെ പ്രശസ്തമായ ഉദാഹരണം കയറിന്റെയും പാമ്പിന്റെയും ഉദാഹരണം ഒന്ന് നോക്കാം. ദ റോപ്പ് സ്നേക്ക് മെറ്റഫർ. പ്രിയമുള്ളവരെ, ഈ ഉദാഹരണം നമ്മൾ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. വേദാന്തത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണിത്. ഈ പാമ്പിന്റെയും കയറിന്റെയും ദൃഷ്ടാന്തത്തിലൂടെ വേദാന്തം ഒരുപാട് തത്വങ്ങളെ, ആഴത്തിലുള്ള തത്വങ്ങളെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നു. ഇനി ഈ ഉദാഹരണത്തിൽ 4 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് കയർ എന്ന യാഥാർത്ഥ്യം, രണ്ടാമത്തേത് ഇരുട്ട് എന്ന അജ്ഞാനം, മൂന്നാമത്തേത് കയറിനെ പാമ്പായി തെറ്റിദ്ധരിക്കുന്ന നമ്മളുടെ തെറ്റിദ്ധാരണ, മിസ്കൺസെപ്ഷൻ, ദ മിസ്റ്റേക്ക്, അവസാനത്തേത് പ്രകാശം എന്ന ജ്ഞാനം. അപ്പോൾ നമ്മുടെ സന്ദർഭം എന്താണെന്ന് വെച്ചാൽ, ഒരു ഇരുട്ടുള്ള വഴിയിലൂടെ നിങ്ങൾ പോകുമ്പോൾ നിലത്ത് ചുരുണ്ടു കിടക്കുന്ന എന്തോ ഒന്നിനെ കാണുന്നു. ഇരുട്ട് കാരണം കയറിനെ പാമ്പായി തെറ്റിദ്ധരിക്കുന്നു. ഉടനെ ഭയം തുടങ്ങുന്നു, ആകുലത തുടങ്ങുന്നു, ഹൃദയമിടിപ്പ് കൂടുന്നു. ഇനി നോക്കൂ, ഇവിടെ ഭയം ആരാണ് സൃഷ്ടിച്ചത്? കയറാണോ? അല്ല, മറിച്ച് കയറിനെ കുറിച്ചുള്ള അജ്ഞാനമാണ്, ഇരുട്ടാണ്. ഇരുട്ടിൽ കയറിനെ തെറ്റിദ്ധരിച്ച് പാമ്പായി കണ്ടതാണ് ഭയത്തിന് കാരണം. ഇനി വെളിച്ചം വന്നാൽ എന്ത് സംഭവിക്കും? പാമ്പ് അപ്രത്യക്ഷമാവും. ഇനി നോക്കൂ, പാമ്പ് എങ്ങനെയാണ് അപ്രത്യക്ഷമാവുന്നത്? അത് ഇഴഞ്ഞു നീങ്ങിപ്പോകുകയാണോ? അല്ല, അവിടെ പാമ്പ് ഉണ്ടായിരുന്നതേ ഇല്ല, കയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി വേദാന്തത്തിന്റെ ഉത്തരം നോക്കൂ. ജ്ഞാനം ലഭിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പ്രാപ്തസ്യ പ്രാപ്തി, ഉള്ളത് ലഭിക്കുന്നു. ഇവിടെ കയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളുടെ അജ്ഞാനം നീങ്ങിയപ്പോൾ ആ ഉള്ള കയറിനെ നിങ്ങൾക്ക് വ്യക്തമായി കാണിച്ചു തരുന്നു പ്രകാശത്തിൽ. പക്ഷെ ആ കയറിനെ നിങ്ങൾ പാമ്പായി തെറ്റിദ്ധരിച്ചു. എന്തുകൊണ്ട്? ഇരുട്ടുകൊണ്ട്, അതായത് അജ്ഞാനം കൊണ്ട്. വെളിച്ചം വന്നപ്പോൾ ഉണ്ടായിരുന്ന കയർ തന്നെ ഉണ്ടായി. ഇനി നിവൃത്തസ്യ നിവൃത്തി, ഇല്ലാത്ത ഒന്നിനെ ഇല്ലാതാക്കി. ഇവിടെ പാമ്പ് എന്നത് ഇല്ലായിരുന്നു, പക്ഷെ അജ്ഞാനത്തിൽ, അതായത് ഇരുട്ടിൽ പാമ്പ് ഉള്ളതുപോലെ തോന്നി. അപ്പോൾ ഇല്ലാത്ത പാമ്പിനെ ഇല്ലാതാക്കി. ഇതുപോലെ വേദാന്തം പറയുന്നത് ബ്രഹ്മം മാത്രമേ ഉള്ളൂ, മറ്റതെല്ലാതും ജീവ, ജഗത്, ഈശ്വര എന്നത് ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് യഥാർത്ഥമായി നമ്മൾ അനുഭവിക്കുന്നു. അത് നമ്മളിൽ ഭയം, അപൂർണത, അസ്വസ്ഥത, സംസാര ദുഃഖം എന്നിവ ഉണ്ടാക്കുന്നു.
ജ്ഞാനം നമുക്ക് ലഭിക്കുമ്പോൾ, അതായത് നമ്മൾ അഹം ബ്രഹ്മാസ്മി എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ ബ്രഹ്മം മാത്രമേ സത്യമായിട്ടുള്ളൂ, മറ്റതെല്ലാം മിഥ്യയാണ് എന്നാണ്. അതായത് നിങ്ങൾ സ്വാതന്ത്ര്യം നേടുകയല്ല, മറിച്ച് ഒരിക്കലും ബന്ധനത്തിനായിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവിടെ പ്രശ്നം സൃഷ്ടിക്കുന്നത് ജ്ഞാനമാണ്, പ്രശ്നത്തെ നീക്കം ചെയ്യുന്നത് ജ്ഞാനമാണ്. നമ്മുടെ ഉദാഹരണത്തിൽ ഇവിടെ പ്രശ്നം സൃഷ്ടിച്ചത് എന്താണ്? ഇരുട്ട് ആയിരുന്നു. കാരണം ഇരുട്ടുകൊണ്ടാണ് നമ്മൾ കയറിനെ പാമ്പായി തെറ്റിദ്ധരിച്ചത്. അതേപോലെ നമുക്ക് അജ്ഞാനം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ബ്രഹ്മത്തെ തിരിച്ചറിയാതെ ഈ ജഗത്, ജീവ, ഈശ്വര എന്നിവ യാഥാർത്ഥ്യമായി നമുക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ഓരോ സാധനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന എല്ലാ സാധനങ്ങളെക്കുറിച്ചും നമ്മൾ വിശദമായി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആത്മീയ സാധനകൾ എന്ന പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് സാധനങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാകും. അതുകൊണ്ട് ഇവിടെ നമ്മൾ വളരെ ചുരുക്കിയാണ് ഓരോ സാധനങ്ങളെക്കുറിച്ചും വിവരിക്കുന്നത്. നമുക്കിനി ഓരോന്ന് നോക്കാം. ആദ്യത്തേതും ഏറ്റവും അടിസ്ഥാനമായ 3 കാര്യങ്ങളെക്കുറിച്ച് വേദാന്തം പറയുന്നു. അതാണ് ഗുരു, ശാസ്ത്രം, അധികാരി ഭേദം. ഗുരു എന്നത് നമ്മുടെ സത്യത്തെ, നമ്മുടെ യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തി തരുന്നു. ശാസ്ത്രങ്ങൾ എന്നത് സത്യത്തിന്റെ ഉറവിടമായി നിലനിൽക്കുന്നു. ഇനി അധികാരിത്വം എന്ന് പറയുന്നത് സത്യത്തെ അന്വേഷിക്കുന്ന നമ്മളെയാണ്. ഇവ 3ഉം ചേരുമ്പോഴാണ് യഥാർത്ഥ ആത്മീയ യാത്ര ആരംഭിക്കുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇന്നത്തെ ആധുനിക ആത്മീയ ഗുരുക്കന്മാർ അല്ലെങ്കിൽ സ്പിരിച്വൽ മാസ്റ്റേഴ്സ് ശാസ്ത്രത്തെ അവഗണിക്കുന്നത് കാണാറുണ്ട്. ഞാൻ ഒരു ഗ്രന്ഥവും വായിച്ചിട്ടില്ല എന്ന് പറയുന്ന ആത്മീയ ഗുരുക്കളുണ്ട്. വേദങ്ങളും പുരാണങ്ങളും കെട്ടുകഥകളാണെന്ന് പറയുന്നവരുണ്ട്. പുരാതന ഗ്രന്ഥങ്ങൾ ആധുനിക ലോകത്തിന് ചേരുന്നതല്ല എന്ന അഭിപ്രായമുള്ള ഗുരുക്കന്മാരുമുണ്ട്. എന്നാൽ വേദാന്തം അതിനോട് യോജിക്കുന്നില്ല. നിറം അറിയണമെങ്കിൽ കണ്ണ് ആവശ്യമുള്ളതുപോലെ നമ്മുടെ സ്വരൂപത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ശാസ്ത്രങ്ങൾ കൂടിയേ കഴിയൂ. അതുകൊണ്ടാണ് വേദാന്ത ശാസ്ത്രങ്ങളെ പ്രമാണങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ശാസ്ത്രത്തെ അവഗണിക്കുന്നത് ബുദ്ധിപരമായ ഒരു തീരുമാനമല്ലെന്ന് മാത്രം മനസ്സിലാക്കുക. അടുത്തത് സാധന ചതുഷ്ടയം. പേര് പോലെ തന്നെ പ്രധാന വേദാന്ത സാധനകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ആദ്യത്തേത് വിവേകം. അജ്ഞാനത്തിന്റെ വിക്ഷേപ ശക്തിയെ ഇല്ലാതാക്കാനാണ് വിവേകം ഉപയോഗിക്കുന്നത്. വിവേകം എന്നാൽ ഇടകലർന്നിരിക്കുന്ന അല്ലെങ്കിൽ കൂടിച്ചേർന്നിരിക്കുന്ന 2 വസ്തുക്കളെ ബുദ്ധിപരമായി വേർതിരിക്കാനുള്ള കഴിവ്. നിത്യവും അനിത്യവും തമ്മിലുള്ള വേർതിരിച്ചറിവ്, ആത്മയും അനാത്മയും തമ്മിലുള്ള വേർതിരിച്ചറിവ്, ദൃക് ദൃശ്യ വിവേകം, പഞ്ചഘോഷ വിവേകം, അവസ്ഥാത്രയ വിവേകം, ഇങ്ങനെ ഒരുപാട് വിവേകങ്ങൾ വേദാന്തത്തിൽ പറഞ്ഞു തരുന്നു. അടുത്തത് വൈരാഗ്യം, ഡിറ്റാച്ച്മെന്റ്. നമ്മൾ വിവേകത്തിലൂടെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ബുദ്ധി ഉപയോഗിച്ച് ഉപേക്ഷിക്കാനുള്ള കഴിവാണ് വൈരാഗ്യം. അടുത്തത് ഷഡ് സമ്പത്ത്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനാണ് ഈ ഷഡ് സമ്പത്ത് ഉള്ളത്. അവസാനമായി മുമുക്ഷുത്വം, മോക്ഷം നേടണമെന്നുള്ള തീവ്രമായ ഒരു ആഗ്രഹം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ പറയുന്ന വീഡിയോയിൽ മോക്ഷത്തിലേക്കുള്ള 4 അടിസ്ഥാനങ്ങൾ എന്ന വീഡിയോയിൽ ഇതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട 4 യോഗകളെ കുറിച്ച് മനസ്സിലാക്കാം. ആദ്യത്തേത് കർമ്മയോഗം. നമ്മുടെ ദൈനംദിന കാര്യങ്ങളെ ആത്മീയ സാധനങ്ങളാക്കി എങ്ങനെ മാറ്റണമെന്ന് കർമ്മയോഗം നമ്മളെ പഠിപ്പിക്കുന്നു. അടുത്തത് രാജയോഗം അഥവാ ധ്യാനയോഗം. മനസ്സിനെ ശാന്തമാക്കാനും ഏകാഗ്രമാക്കാനും ധ്യാനം നമ്മളെ സഹായിക്കുന്നു. അടുത്തത് ഭക്തിയോഗം. ഈശ്വരനുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഒരു പ്രാർത്ഥനാ മനോഭാവത്തോടു കൂടി കാര്യങ്ങളെ സമീപിക്കാൻ ഭക്തിയോഗം നമ്മളെ പഠിപ്പിക്കുന്നു. അവസാനമായി ജ്ഞാനയോഗം. വേദാന്ത ഗ്രന്ഥങ്ങളെ പഠിക്കാനും ഗുരുവിൽ നിന്ന് സ്വരൂപത്തെക്കുറിച്ച് മനസ്സിലാക്കാനും മനനം ചെയ്യാനും ധ്യാനിക്കാനും ഇതിനെയെല്ലാം ജ്ഞാനയോഗം നമ്മളെ സഹായിക്കുന്നു. ഈ പറയുന്ന വീഡിയോയിൽ നമ്മൾ ഈ 4 യോഗകളെ കുറിച്ച് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ദയവായി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തത് അഷ്ടാംഗ യോഗമാണ്. പതഞ്ജലി മഹർഷിയുടെ അഷ്ടാംഗ യോഗം ജീവിതത്തിന്റെ ബാഹ്യമായ പെരുമാറ്റത്തിലും ആന്തരികമായ പെരുമാറ്റത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കുന്നു. 8 സ്റ്റെപ്പുകളാക്കി പടിപടിയായി നമ്മുടെ മനസ്സിനെ സമാധിയിലേക്ക് നയിക്കുന്നു. ധ്യാനവും ശ്വസന നിയന്ത്രണങ്ങളും ഇന്ദ്രിയ നിയന്ത്രണങ്ങളും എല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ എന്താണ് സമാധി എന്ന വീഡിയോയിൽ ഈ അഷ്ടാംഗ യോഗ രഹസ്യം നമ്മൾ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആത്മജ്ഞാന സമ്പാദനത്തിന് വേദാന്തം പറയുന്ന കാര്യങ്ങൾ നോക്കാം. നമ്മൾ
ഇതുവരെ മനസ്സിലാക്കിയത് അജ്ഞാനത്തിന്റെ വിക്ഷേപ ശക്തിയെ നീക്കാനാണ്. എന്നാൽ അജ്ഞാനത്തിന്റെ മറ്റൊരു ശക്തിയായ ആവരണ ശക്തിയെ നീക്കാൻ വേദാന്തം കാണിച്ചു തരുന്ന മാർഗമാണ് ജ്ഞാനസമ്പാദനം. അതായത് ശ്രവണം, മനനം, നിധിധ്യാസനം. ശ്രവണം എന്നത് ഒരു ഗുരുവിൽ നിന്ന് നമ്മുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് മനസ്സിലാക്കലാണ്. മനനം എന്നാൽ അറിഞ്ഞ ആ സത്യത്തെ ചോദ്യങ്ങളിലൂടെയും യുക്തികളിലൂടെയും സംശയ നിവാരണം ചെയ്യുക എന്നർത്ഥം. നിധിധ്യാസന എന്നാൽ ആ സത്യത്തെ ധ്യാനത്തിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുക. നമ്മൾ അജ്ഞാനം മാറാൻ 3 വേദാന്ത വഴികൾ എന്ന വീഡിയോയിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് വേദാന്തത്തിന്റെ 2 പ്രധാനപ്പെട്ട ആത്മീയ ഉപാധികളാണ്: ആത്മവിചാരവും സ്വാധ്യായവും. ആത്മവിചാരം എന്നത് നമ്മൾ ഉള്ളിലേക്ക് തിരിഞ്ഞ് നമ്മുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ ആരാണ് എന്ന ചോദ്യം. ഞാൻ ശരീരമാണോ, ഞാൻ മനസ്സാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമാണോ, ഞാൻ ചൈതന്യമാണോ? ഇങ്ങനെ നമ്മളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നതിനെ ആത്മവിചാരം എന്ന് പറയുന്നു. സ്വാധ്യായം എന്നാൽ വേദാന്ത ശാസ്ത്രങ്ങളുടെ പഠനമാണ്. നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെയാണ് പഠിക്കുന്നത്. എന്തിന്റെ സഹായത്തോടെ? വേദാന്ത ശാസ്ത്രങ്ങളുടെ സഹായത്തോടെ. സ്വാധ്യായം എന്നതും ആത്മവിചാരം എന്നതും ഒരേ സമയം സാധനകളും ജ്ഞാനവുമായി നിലനിൽക്കുന്നു. സ്വാധ്യായം ശരിയായ ദിശ നൽകുന്നു, അതായത് ഡയറക്ഷൻ. നമുക്ക് പോവേണ്ട ഡയറക്ഷൻ സ്വാധ്യായം നൽകുന്നു, നമ്മുടെ യാഥാർത്ഥ്യത്തെ കാണിച്ചു തരുന്നു. ആത്മവിചാരം എന്നത് ആ യാഥാർത്ഥ്യം ഞാൻ തന്നെയാണ് എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നതാണ്. ഇവ രണ്ടും സാധനങ്ങളായി പ്രവർത്തിച്ച് മനസ്സിനെ ശുദ്ധീകരിക്കുന്നു. മാത്രവുമല്ല, ഇവ രണ്ടും ആത്മീയ ജ്ഞാനത്തെ ഉറപ്പിക്കാനും സഹായിക്കുന്നു. സ്വാധ്യായം സത്യം എന്താണെന്ന് കാണിക്കുന്നു. ആത്മവിചാരം ഞാൻ തന്നെയാണ് ആ സത്യം എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഇവ രണ്ടും അവിദ്യാ നിവൃത്തിക്കും മോക്ഷപ്രാപ്തിക്കും നമ്മളെ സഹായിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നു. അപ്പോൾ നമ്മൾ വേദാന്തം അജ്ഞാനത്തെ ഇല്ലാതാക്കാൻ കാണിച്ചു തന്നിട്ടുള്ള സാധനകളിലൂടെയും ജ്ഞാനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സാധനകളും ഈ ജ്ഞാനവും എല്ലാം എന്തിനു വേണ്ടിയാണ്? നമ്മുടെ മനസ്സിന് വേണ്ടിയാണ്. കാരണം അജ്ഞാനം നിലനിൽക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. ജ്ഞാനം വരേണ്ടതും അതേ മനസ്സിലാണ്. അതുകൊണ്ടാണ് ഒരു ഗുരുവിനും ഒരു ശാസ്ത്രത്തിനും നിങ്ങളെ മോക്ഷത്തിലെത്തിക്കാൻ കഴിയില്ല. കാരണം ഗുരുവിന്റെ മനസ്സിൽ ജ്ഞാനം വന്നതുകൊണ്ടോ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ജ്ഞാനം ഉള്ളതുകൊണ്ടോ നിങ്ങൾക്ക് മോക്ഷപ്രാപ്തി ലഭിക്കില്ല. ജ്ഞാനം നിങ്ങളുടെ മനസ്സിൽ തന്നെ സംഭവിക്കണം. അതുകൊണ്ട് നമ്മൾ ഇതിനുശേഷം അടുത്ത വീഡിയോ സീരീസ് മൈൻഡിനെ കുറിച്ചാണ്. വേദാന്തം മനസ്സിനെ എങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോകുകയാണ്. നമ്മൾ മായ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കി. ആദ്യത്തെ ഘട്ടത്തിൽ മായ അല്ലെങ്കിൽ അവിദ്യ എന്താണെന്നും അതിന്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. 2, മായ എങ്ങനെ നമ്മളെ സ്വാധീനിച്ചിരിക്കുന്നു എന്നും മനസ്സിലാക്കി. ഇന്നത്തെ ഈ വീഡിയോയിൽ മായയുടെ സ്വാധീനത്തിൽ നിന്നും പുറത്തു കടക്കാൻ വേദാന്തം കാണിച്ചിരുന്ന വഴികളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. വേദാന്തം പറയുന്നത് മായ എന്നാൽ ആത്മജ്ഞാനത്തിലൂടെ ഇല്ലാതാക്കാൻ പറ്റുന്ന ഒന്നാണ്. ആത്മജ്ഞാനം ലഭിക്കുമ്പോൾ ഈ ലോകവും ശരീരവും മനസ്സും എല്ലാം അതേപടി നിലനിൽക്കുന്നു. എന്നാൽ നമ്മുടെ കാഴ്ചപ്പാടിൽ വലിയ മാറ്റം വരുന്നു. ഞാൻ എന്നത് സച്ചിദാനന്ദ ആത്മാവാണെന്നും ഒരു കുറവും ഇല്ലാത്ത പൂർണ്ണനാണെന്നും മനസ്സിലാക്കുന്നു. വേദാന്തം അജ്ഞാനത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച് ജ്ഞാനത്തിലേക്ക് കൊണ്ടുവരുന്നു. പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാനും മോക്ഷപ്രാപ്തിക്കും നമ്മളെ സഹായിക്കുന്നു. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.